ബറോസ് തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾ സിനിമ കാണുന്നത് ഒരു നീളമുള്ള സ്ക്രീനിൽ മുഴുവനായിട്ടാണെങ്കിൽ നിങ്ങൾ ക്രോപ്ഡ് വേർഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ ആസ്പെക്ട് റേഷ്യോ ഒരു 4:3 ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് സൈഡിലും നീളമുള്ള സ്ക്രീനാണെങ്കിൽ രണ്ട് സൈഡിലും ബാർ വരാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരുപാട് സൂം ആക്കി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ സിനിമയുടെ പകുതി പോലും കാണുന്നില്ല എന്നുള്ളൊരു അവസ്ഥയായി. നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം തിയേറ്ററുകളും വൈഡ് ആസ്പെക്ട് റേഷ്യോയിലുള്ള പടങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ക്രീനുകൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് ഹൈറ്റുള്ള സ്ക്രീനുള്ള തിയേറ്ററുകൾ ചൂസ് ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് ഒരു സജഷൻ. 1990 ഞാൻ ജനിക്കുന്നത്. ആ വർഷമൊക്കെ ജനിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അയാളുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ആനിമേഷൻ എന്നൊക്കെ പറയുന്നത് ഓ ഫാബി എന്ന് പറയുന്ന സിനിമയായിരിക്കും മലയാളത്തിൽ. മറ്റു ഭാഷകളിലേക്കൊന്നും എനിക്ക് വലിയ എക്സ്പോഷർ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ 3D സിനിമ കണ്ടത് മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ കണ്ടു വളർന്ന കുട്ടിക്കാലമുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ ബറോസ് എന്ന സിനിമ കാണുമ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു നൊസ്റ്റാൾജിയാണുള്ളത്. ഈ ടെക്നോളജിയുടെ ഒരു വളർച്ചയെ കൂടി നമ്മൾ ചേർത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു നൊസ്റ്റാൾജിയാണ് ഈ സിനിമ എനിക്ക് സമ്മാനിക്കുന്നത്. മോഹൻലാൽ എന്ന് പറയുന്നത് ഒരുപാട് വായന ഞാൻ അഡ്വർടൈസ്മെൻറ്റിലേക്ക് പോകല്ല കേട്ടോ. മോഹൻലാൽ എന്ന് പറയുന്നത് ഒരുപാട് വായനയുള്ള, ഒരുപാട് ലോകം കണ്ടിട്ടൊക്കെയുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം വിസ്മയങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അങ്ങനെ ഒരാൾ ഒരു നാടോടി കഥയെ ആസ്പദമാക്കി സിനിമ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം നേരെ ഒരു പോർച്ചുഗീസ് പാരമ്പര്യമുള്ള കഥയിലേക്കാണ് പോയത്. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ നാടിൻ്റേതായിട്ടുള്ള ഒരു നാടോടി കഥയിലേക്ക് അദ്ദേഹം പോകാതിരുന്നത്? നമുക്കെന്താ, നമ്മുടെ നാട്ടിൽ കഥകളൊന്നുമില്ലേ? ഇത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ നാടോടി കഥകൾ അല്ലെങ്കിൽ നമ്മുടെ പൈതൃകം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ അതിനെ എഴുതി വെച്ചിരിക്കുന്നതും കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുത്ത് അതിന് കൂടുതൽ പ്രചാരം നൽകുന്നതിലും നമ്മൾ കാണിക്കുന്ന ഒരു വൈമുഖ്യമുണ്ട്. അതൊന്ന് സൂചിപ്പിക്കണമെന്ന് തോന്നി. നമുക്ക് ബറോസ് എന്ന് പറയുന്ന സിനിമയുടെ പോസിറ്റീവ് ഘടകങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരുടെ വർക്ക് എനിക്ക് നന്നായിട്ട് തോന്നി. സാധാരണ ഇത്തരം സിനിമകൾ ഉണ്ടാകുമ്പോൾ കുറേ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടാക്കി വെക്കും. നമ്മളിപ്പോൾ മറ്റ് ഭാഷകളിൽ, ഇന്ത്യയിലെ തന്നെ മറ്റ് ഭാഷകളിൽ ഉണ്ടാകുന്ന സിനിമകൾ നോക്കിയാൽ നമുക്ക് വാള്, കമ്പി, കുന്തം, കുടം, പെട്ടി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തെർമോക്കോളിൽ പെയിൻ്റ് അടിച്ചാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ പക്ഷേ അങ്ങനെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി, അതായത് ഒരു വലിയ പരിധി കടന്നുള്ള ആർട്ടിഫിഷ്യാലിറ്റി നമുക്ക് ഫീൽ ചെയ്യില്ല. അത് മാത്രമല്ല, ഇതിൽ തുടക്കത്തിൽ നമ്മൾ ട്രെയിലറൊക്കെ കാണുന്നതാണ് ലാലേട്ടൻ വെള്ളം കുടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് വെള്ളം ഇങ്ങനെ താഴേക്ക് പോകുന്നു. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് സെറ്റിൽ അവർ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ആ ഒരു ടോട്ടാലിറ്റിയിൽ അതിൻ്റെ ആർട്ട്, അതിൻ്റെ ടെക് വിഭാഗങ്ങൾ അവരൊക്കെ ഒരുമിച്ച് ചെയ്തിരിക്കുന്ന വർക്ക് അഭിനന്ദനാർഹമാണ്. രണ്ടാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ മ്യൂസിക് സൈഡാണ്. മ്യൂസിക്കിനെ സംബന്ധിച്ച് ഇപ്പോൾ പാട്ടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വളരെ സിമ്പിളായിട്ടുള്ള വരികളാണ്, സിമ്പിളായിട്ടുള്ള മ്യൂസിക്കുമാണ്, ട്യൂണാണ്. ഈ സിനിമ എന്ന് പറയുന്നത് തന്നെ ഒരു ഫാസ്റ്റ് പേസ്ഡ് പരിപാടിയൊന്നുമല്ല, പതുക്കെ പതുക്കെ പറഞ്ഞു പോകുന്ന ഒരു കഥയാണ്. അപ്പോൾ അതിനോട് ഏറ്റവും നീതി പുലർത്തുന്ന രീതിയിലുള്ള സംഗീതമാണ് സിനിമയ്ക്കുള്ളത്. മൂന്നാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ VFX സൈഡാണ്. പക്ഷേ ഒരു പരിധി വരെ എന്നേ ഞാൻ പറയുള്ളൂ. ഇതിലിപ്പോൾ വുഡു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. അതിൻ്റെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് വരുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അതേസമയം വെള്ളം, അതുപോലെ കുപ്പിച്ചില്ല്, ഇതുപോലുള്ള, അതായത് ചില്ല് പൊട്ടുമ്പോൾ തെറിക്കുന്ന ആ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇതിലെ മെയിൻ കഥാപാത്രമായിട്ടുള്ള കുട്ടി വെള്ളത്തിലൂടെ നടക്കുന്നൊരു കാര്യമൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വെട്ടി ഒട്ടിച്ചതുപോലെ കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു തരത്തിലായിരുന്നു. പിന്നെ ഇതിനകത്ത് CGI മാത്രം ചെയ്തിട്ടുള്ളൊരു പാട്ടൊക്കെ ഉണ്ട്. ഇങ്ങനൊരു സിനിമയിൽ അങ്ങനെ ഒരു പാട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. മാത്രമല്ല, അതുവരെ നമ്മൾ ഒറിജിനൽ മനുഷ്യന്മാരെയൊക്കെ കണ്ടിട്ട് ഇത് മാത്രം ആനിമേറ്റഡ് ആയിട്ട് വന്നപ്പോൾ എനിക്ക് ആ ഒരു കണക്ഷൻ കിട്ടിയില്ല. അപ്പോൾ എണ്ണിപ്പെറുക്കി പറയാൻ ഇത്രയും ഇംപെർഫെക്ഷൻസ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് VFX പോസിറ്റീവ് സൈഡിൽ വരുന്നു എന്ന് ചോദിച്ചാൽ, ഈ സിനിമ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. ക്രിസ്മസ് സമയമൊക്കെ അല്ലേ. അപ്പോൾ കുട്ടികളുമായി പോയി കാണാൻ പറ്റുന്ന ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി സിനിമ എന്നുള്ള രീതിയിൽ നോക്കി കാണുമ്പോൾ ഒരു ഫസ്റ്റ് ഓപ്ഷനായിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള സിനിമയാണിത്. അങ്ങനത്തെ ഒരു ഓഡിയൻസിനെ സംബന്ധിച്ച് ഞാൻ ഈ പറയുന്ന അത്രയും VFX പെർഫെക്ഷൻ ഒന്നും അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഇനി പ്രകടനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലാലേട്ടൻ ആസ് ഓൾവേസ് അങ്ങനെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെ വോയിസ് ആക്ടേഴ്സിനെയാണ് എനിക്ക് പറയാനുള്ളത്. വിദേശികളും അല്ലാത്തവരുമായിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ശബ്ദമൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഡബ്ബിങ് പ്രത്യേകതയൊക്കെ. ഇതിലൊരു മന്ത്രവാദിനിയുണ്ട്. അവർക്ക് ഡബ്ബ് ചെയ്തിരിക്കുന്നത് മമത മോഹൻദാസ് ആണോ എന്നെനിക്ക് സംശയമുണ്ട്. ഞാൻ സിനിമയ്ക്ക് ശേഷമുള്ള ക്രെഡിറ്റ്സ് ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോഴേ ആദ്യം ഈ ഗ്ലാസ് ഊരിപ്പോയായിരുന്നു. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് വായിക്കാൻ പറ്റില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അയ്യോ ഈ പേര് ചെക്ക് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഗ്ലാസ് എടുത്ത് വെച്ച് നോക്കിയത്. അപ്പോഴേക്കും കുറേ ഭാഗങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണോ എന്നെനിക്ക് ഉറപ്പില്ല. പക്ഷേ ആ വോയിസ് ആക്ടിങ്, ഇതിലേക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വിദേശികളായിട്ടുള്ള ആളുകൾ അവരുടെ ഒരു ഡയലോഗ് ഡെലിവറിയിലും പെർഫോമൻസിലും കൾച്ചറലായിട്ടുള്ളൊരു ഡിഫറൻസ് ഉണ്ടാവും. അതായത് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ തലയൊക്കെ കുറേ ആട്ടിയാണ് സംസാരിക്കുക, കയ്യൊക്കെ ഒത്തിരി എടുത്ത് ചിലപ്പോൾ സംസാരിക്കും. പക്ഷേ മറ്റൊരു രാജ്യത്തെ ഒരാൾ
അങ്ങനെ ആയിരിക്കില്ല സംസാരിക്കുക. അവരുടെ എക്സ്പ്രഷനിൽ ചിലപ്പോൾ വലിയ മൂവ്മെൻറ്റ്സ് തലയ്ക്കൊന്നും വന്നിട്ടില്ല എന്ന് വരും. സംസാരത്തിലായിരിക്കും കൂടുതലുണ്ടാവുക. വേറെ ചില ആളുകൾക്ക് ഈ ശബ്ദത്തിനിടയിലെ മൂളലുകളായിരിക്കും. ഇതൊക്കെ കൾച്ചറലായിട്ട് വരുന്ന ഒരു ഡിഫറൻസാണ്. ആ ഡിഫറൻസിനെയും കൂടി മാർക്ക് ചെയ്യുന്ന രീതിയിൽ, അതായത് അതിനെയും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എന്നാൽ മലയാളത്തിൽ നന്നായി ഡബ് ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടാണ് ഇതിലെ വോയിസ് ആർട്ടിസ്റ്റുകളെയൊക്കെ ഞാൻ പ്രത്യേകം പറയുന്നത്. പ്രത്യേകിച്ച് ആ മന്ത്രവാദിനി ക്യാരക്ടറിന് ഡബ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു പോസിറ്റീവ് ഈ സിനിമയുടെ കഥയും ഇതിൻ്റെ തീമും ഇതിലുള്ള മീനിങ് ഒക്കെയാണ്, ഇന്നർ മീനിങ്സ് ഒക്കെയാണ്. കഥ വളരെ സിമ്പിളാണ്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ 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 സിമ്പിളായ ഒരു പ്രഡിക്റ്റബിൾ സ്റ്റോറി ലൈനാണ് ഈ സിനിമയ്ക്കുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ സിനിമ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിനെ വെച്ച് നോക്കുമ്പോഴാണ് ഇത് പോസിറ്റീവിലേക്ക് വരുന്നത്. എന്നെ സംബന്ധിച്ച് വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള വളരെ സിമ്പിളായി പോയ ഒരു കഥയാണ് ഈ സിനിമയ്ക്കുള്ളത്. ആൻഡ് ഇതിനകത്ത് കുറച്ച് ഇന്നർ മീനിങ് പരിപാടികളൊക്കെ വരുന്നുണ്ട്. ചിലത് എനിക്ക് ഇഷ്ടപ്പെട്ടു, ചിലത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്നുള്ളത് നമുക്ക് നെഗറ്റീവ്സിൽ പറയാം. അപ്പോൾ കഥയൊക്കെ സിമ്പിളാണെന്ന് പറയുമ്പോഴും ഇതിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ലെങ്ത് തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞു, വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇതിനുള്ളത്. ആദ്യം ബറോസിൻ്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് ഈ പെൺകുട്ടി വരുന്നു. അപ്പോൾ നമുക്കറിയാം ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ട്രെയിലറിലൊക്കെ ഇവർ കാണിച്ചു കഴിഞ്ഞതാണ്. അതിനുശേഷവും ഇങ്ങനെ ഗ്രാജുവലി വന്ന് ദേ പോയി വന്നു പോയി വന്നു അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇങ്ങനെ കഥ നീണ്ടു പോവാണ്. ഇതൊന്ന് പെട്ടെന്ന് പറഞ്ഞു തീർത്തെങ്കിൽ, കുറച്ചും കൂടി ഷോർട്ടായി അവതരിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ഒരുപാട് തോന്നി. ഇപ്പോൾ കുഞ്ഞു കുട്ടികളെയൊക്കെ കാണുമ്പോഴേ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർ അവരെ പരിചയപ്പെട്ട് അടുത്തേക്ക് വിളിച്ചിട്ട് എന്താ മോനെ ചുച്ചിടൂ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും കഥ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഈ പിള്ളേർ ഓടിക്കളയും. അവർ നിൽക്കില്ല. അതിലൊരു കാരണം ചിലപ്പോൾ അപരിചിതത്വമായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവർ വളരെ സ്ലോയാണ്. കുട്ടികൾ വളരെ ഫാസ്റ്റായിട്ട്, അല്ലെങ്കിൽ പുതിയ ജനറേഷൻ അവർക്ക് സമയവുമില്ല ക്ഷമയുമില്ല എന്ന് പറഞ്ഞ ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ 2.5 മണിക്കൂറോളം വരുന്ന സിനിമ, അതും നമ്മൾ വളരെയധികം പ്രെഡിക്റ്റ് ചെയ്ത് പ്രതീക്ഷിച്ചിരിക്കുന്ന അതേ കാര്യം തന്നെ പറയാൻ ഇത്രയും സമയമെടുത്ത് പോവുകയൊക്കെ ചെയ്യുന്നത്. ഒരു 80-90 മിനിറ്റിനുള്ളിൽ നിന്നിരുന്നെങ്കിൽ കുറേ കൂടി ബെറ്ററായിട്ട് ഫീൽ ചെയ്തതെന്ന് എനിക്ക് തോന്നി. അതിലൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ പറയുന്നൊരു ഇമോഷണൽ കണക്റ്റാണ്. ഇവിടെ നമ്മൾ കഥാപാത്രങ്ങളൊക്കെ കാണുന്നുണ്ട്, അങ്ങനെ ഒരു കഥയൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതായത് ബറോസും ഇസബെല്ലയും തമ്മിൽ ഉണ്ടാകുന്ന ഒരു കണക്ഷൻ ഉണ്ട്. ബറോസിന് ഇസബെല്ലയോട് കണക്ഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഇസബെല്ല എന്ന് പറഞ്ഞ ക്യാരക്ടറിന് തിരിച്ചൊരു കണക്ഷൻ ഫീൽ ചെയ്യണ്ടേ. ആ കണക്ഷൻ എവിടെയാണ് എന്തിനാണ് വരുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് കുട്ടിയും കയറി ഒട്ടുകയാണ്. അതുപോലെ ഈ കുട്ടിക്ക് അമ്മ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. പക്ഷേ പറച്ചിലുള്ളതേ ഉള്ളൂ. കഥാപാത്രത്തിലോ പെർഫോമൻസിലോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ആസ് എ പ്രേക്ഷകൻ നമ്മളോട് കണക്ട് ചെയ്യുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നുമില്ല. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയത് ഇതിലെ വില്ലനാക്കപ്പെടുന്ന അല്ലെങ്കിൽ വില്ലൻ സ്വഭാവം കൊടുക്കുന്ന കഥാപാത്രം ഉണ്ടല്ലോ, ആ കഥാപാത്രം അവർ ആക്ച്വലി ചതിക്കപ്പെട്ട ആളാണ്. തന്നെ കൂടി ചതിച്ചുണ്ടാക്കിയിട്ടുള്ള കാര്യത്തിൻ്റെ ഒരു പങ്ക് വേണമെന്നേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അതിന് അവരുടെ മുമ്പിൽ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ആ ട്രാക്ക് സ്വീകരിച്ചു. അപ്പോൾ അവരെ കൂടുതൽ വില്ലൻ പരിപാടിയൊക്കെ ആയിട്ട് കാണിക്കുക, എന്നാൽ ചതിച്ചും കൊന്നും നേടിയതൊക്കെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടെ നായകൻ കഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന പോലെ, അങ്ങനെ എനിക്കൊരു ഇത് ഒരു വല്ലാത്തൊരു ക്യാരക്ടറൈസേഷൻ ആണല്ലോ എന്നൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ചോട്ടു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ചേരി, അവരുടെ പ്രശ്നം, ഇതൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഫലത്തിൽ വരികയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകാത്തതും ഒരു പ്രശ്നമായിരുന്നു. മൂന്നാമത്തെ കാര്യം ഇതിലെ ലീഡ് ആർട്ടിസ്റ്റ് തന്നെയാണ്. ആ കുട്ടിയുടെ പ്രായം, ആ കുട്ടിയുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവർ നന്നായി ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഞാൻ പറയുന്നത് അതിലെ ക്യാരക്ടറൈസേഷനാണ്. ഒന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു മലയാളി കുട്ടി സംസാരിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് എക്സ്പ്രസീവായിട്ട് സംസാരിച്ചെന്ന് വരും. കാര്യം നമ്മൾ ഈ ശരീരമൊക്കെ അനങ്ങി ഇങ്ങനെ സംസാരിച്ച് ശീലിച്ചു പോയി. പക്ഷേ ആ കുട്ടിയെ സംബന്ധിച്ച് അത് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും അത് അതിനുവേണ്ടി കഷ്ടപ്പെടുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് കുറച്ച് എക്സ്പ്രസീവായി അഭിനയിക്കൂ എന്ന് പറഞ്ഞിട്ട് എക്സ്പ്രസീവായി ഞാൻ ഇങ്ങനെ അഭിനയിക്കാം എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീല് അവിടെ ഇവിടെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ സിനിമയിൽ നമ്മൾ കാണുന്നത് പ്രസൻറ്റ് ഡേ ഗോവ എന്നൊക്കെ പറഞ്ഞാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ജെൻസി കുട്ടിയാണ്. പക്ഷെ ഒരു ജെൻസി വേഷമൊക്കെ ഇട്ടിട്ട് ആ ഒരു ഏജിലൊക്കെ നിൽക്കുന്ന കുട്ടി ഒരു 80s ഡ്രാമ ക്വീൻ പരിപാടിയൊക്കെ കാണിക്കുന്ന കുട്ടിയായിട്ട് കാണിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം ഇന്നത്തെ ജനറേഷനിലെ കുട്ടികളെ, അവരുടെ ശീലങ്ങളെ, അവരുടെ രീതികളെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് പകരം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ കുട്ടികൾ എന്ന് പറഞ്ഞ് ചിന്തിച്ചു പോയതുപോലെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ആരോടുള്ള ദേഷ്യത്തിന് ഭിത്തിയിൽ ഇടിച്ചു കഴിഞ്ഞതിന് ശേഷം അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കുന്ന ആ ക്യാരക്ടറിൻ്റെ കാലം കഴിഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളുടെ കാലം കഴിഞ്ഞു. അവർ വെർബലി എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി കുട്ടികൾ. അപ്പോൾ എനിക്കത് മൊത്തത്തിൽ അങ്ങോട്ട് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ ഇതിൽ 3D ആക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ. 3D എന്ന് പറയുമ്പോഴേക്കും എപ്പോഴും സ്ക്രീനിൽ നിന്നൊരു സാധനം പുറത്തേക്ക് തെറിച്ചു വരണമെന്നൊന്നുമില്ല. അതൊരു 3D ഫീലിൽ നമ്മൾ കാണുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഈ എന്തെങ്കിലും എടുത്ത് പ്രേക്ഷകരുടെ മുഖത്തേക്ക് ഇങ്ങനെ എറിയുക, പ്രേക്ഷകരുടെ മുഖത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് കൈ നീട്ടുക എന്നൊക്കെ പറയുന്ന പോലെ കുറേ 3D ആക്കൽ ശ്രമങ്ങളുണ്ട്. പിന്നെ ഒരുപാട് സ്പൂൺ ഫീഡിങ് പരിപാടികൾ. ഈ ബറോസിൻ്റെ കഥയൊക്കെ വേറൊരാളെ കൊണ്ട് പറയിച്ച് ഇത് ഇങ്ങനെയാണ്, ഇന്ന കഴിവുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ, ആ ഒരു സ്പൂൺ ഫീഡിങ് പരിപാടിയിലേക്കും പോകണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതൊക്കെയാണ് ഈ സിനിമയുടെ ദൈർഘ്യം
കൂട്ടിക്കൊണ്ടിരുന്നത്. ഇനി ഒരു കുഞ്ഞ് നെഗറ്റീവും കൂടി ഉണ്ട്. അതൊരു വലിയ നെഗറ്റീവ് അല്ല, എന്നാൽ പോലും ഇതിലെ കാഴ്ചകളൊക്കെ വളരെ ക്ലീൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഇറ്റ് വാസ് ടു ക്ലീൻ. കുറച്ചും കൂടി നോയ്സി ആയിട്ട് ഫീൽ ചെയ്യുക, പ്രത്യേകിച്ച് ഈ കാലഘട്ടം കാണിക്കുന്ന സമയത്ത് ആ ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ഹോളിവുഡിൽ നിന്നുള്ള സിനിമകളും മറ്റൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിനെ റെഫർ ചെയ്യുമ്പോൾ അവിടെയുള്ള കുറച്ച് ഒരു നോയ്സ് ഉണ്ട്. അതായത് ആ പിക്ചറിലുള്ളൊരു സാധനമാണ് ഒരു ഗ്രെയിൻസ് ഉണ്ടാവുക. പിന്നെ അത് മാത്രമല്ല, ഈ സാധനങ്ങളൊക്കെ, അതായത് ഒരുപാട് കാലമായി ഒരു നിലവറയ്ക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്ന സാധനങ്ങളൊന്നും പൊടിയുടെ ഒരു അംശം പോലും ഇല്ലാതെ വളരെ ക്ലീൻ ആയിട്ട് നിൽക്കുന്ന അങ്ങനെയുള്ള കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത്. എന്നെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ ചുരുക്കി അവതരിപ്പിക്കാമായിരുന്ന, പ്രത്യേകിച്ച് ഇമോഷണൽ കണക്റ്റ് ഒന്നും ഇല്ലാതെ പറഞ്ഞു പരത്തിപ്പോയ, ഒരുപാട് പറഞ്ഞു പഴകിയ ഒരു കഥ കണ്ടു. പക്ഷെ ഭയങ്കര മോശം, ബോറടിച്ചു, അങ്ങനെയല്ല. ഇത് ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു ഫീലാണ് എന്നിലെ പ്രേക്ഷകനുണ്ടായത്. പക്ഷെ അത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതൊരു ഗംഭീര സിനിമയായി അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.